നമസ്കാരം. ഓപ്പറേഷൻ ന്യൂ മീഡിയ ട്രോൾസ് ആൻഡ് ട്രെയിലേഴ്സിലെ ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജനവിധി തേടുകയാണ്. ഇച്ചിരി വൈകിയായാലും സംഗതി കളറായിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകരെല്ലാം ഉള്ളത്. ട്രോൾ ലോകത്തും ആവേശത്തിനൊട്ടും കുറവില്ല. हमको पीने के लिए नारियल का पानी लावो. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ച് വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? രാഹുലിന് വേണ്ടിയുള്ള പ്രചാരണം പൊടി പൊടിക്കുകയാണ്. റോഡ് ഷോയൊക്കെ ഏറ്റിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നല്ല 1ാം ക്ലാസ് പ്രചാരണ ബോർഡുകൾ വയനാട്ടിൽ ഉയർന്നു കഴിഞ്ഞു. കടച്ചിലല്ല, കൈപ്പടയാണ് സർ. ഇങ്ങനെയൊക്കെ പ്രചാരണ ബോർഡ് വെച്ചാൽ 20 മണ്ഡലങ്ങളിലും രാഹുൽ എഫക്റ്റ് ഉറപ്പാണ്. DCC നേതൃത്വം ഇതിന്റെ ബുദ്ധികേന്ദ്രങ്ങളെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. അതുപോട്ടെ, സിദ്ദിഖിന്റെ വിലാപം ഇപ്പോഴും തീർന്നിട്ടില്ല. സീറ്റ് കൈവിട്ടു പോയതൊക്കെ സഹിക്കാം. ഇനിയും അവസരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണ് ഇച്ചിരി കഷ്ടം. വണ്ടിക്കൂലിക്ക് കാശില്ല, നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോയാ മതി. ഉച്ചയ്ക്കൊരു അരികു പറ്റി നടന്ന പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം. നടന്നേ പോകാവേ. അല്ലാതെ എന്റെ പേരും പറഞ്ഞു വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങിയെന്ന് അറിഞ്ഞ നടന്നു പൊക്കോളാം. വിട്ടോ വിട്ടോ, ഒരരികു പിടിച്ചു പോണേ. രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് അറിഞ്ഞതു മുതൽ അപരന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഒടുവിൽ കഷ്ടപ്പെട്ട് കണ്ടെത്തി. 1 അല്ല 2 പേരെ. തിരച്ചിലിന് നേതൃത്വം കൊടുത്തവരെ അഭിനന്ദിക്കാതെ വയ്യ. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ഒരക്ഷരം പോലും CPIM-നെ പറ്റി പറയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വേണമെങ്കിൽ BJP പറഞ്ഞ പോലെ ഹിന്ദുക്കളെ പേടിച്ച് ഓടി വന്നതാണെന്നും പറഞ്ഞു. എന്നാലും മിണ്ടൂല. നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കടത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ, വെറുപ്പാണ്. തീർന്നില്ല, നിന്നെ ഞാൻ തീർന്നു. എന്താ? എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനും നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. പഴയ പോലെ മണ്ഡലം മാറി വോട്ട് ചോദിക്കുന്ന പരിപാടി കണ്ണന്താനം നിർത്തി. ഇനി ഓൺലി പോസ്റ്റേഴ്സ്.
സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. അതെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? നുണ പറയുകയാണെന്നുള്ളത് പരസ്പരം അത് മനസ്സിലാക്കിയത് പറയാം. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. ഫസ്റ്റ് സ്റ്റെപ്പ് അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര. വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. രണ്ടുപേർ കൊരങ്ങളിയല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയല്ല. ഒരു ആദ്യം മുമ്പോട്ട്, അത് കഴിഞ്ഞ് പുറകോട്ട്. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. അതെ. വയസ്സാനാലോ സ്റ്റൈലും അഴകും ഇന്നും ഒന്ന് വിട്ടു. കുമ്മനം രാജശേഖരൻ കുളം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ കുളത്തിൽ നിന്ന് മീനൊന്നും കിട്ടിയില്ല. അല്ലെങ്കിലും കുളത്തിലിറങ്ങി മീൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ മതി എന്നാണ് തരൂരിൻ്റെ പക്ഷം. ഇംഗ്ലീഷ് പറഞ്ഞ് കയ്യടി വാങ്ങുന്ന തരൂരിന് പക്ഷേ ഇത്തവണ പണിപ്പാളി. Second hand, no second hand, fresh piece. What the hell? Fresh piece, ready cash, fresh fish. How much for that? ചോദിച്ചിട്ടോ? But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? തുഷാർ വയനാട്ടിലേക്ക് പോയതോടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. നല്ല സിനിമാ സ്റ്റൈലിൽ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. സറണ്ടർ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇറങ്ങിയോടാ. ഒന്ന് പോടാ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ എത്ര കേസുണ്ടെന്ന് കൂട്ടി നോക്കിയിട്ട് പലർക്കും കണക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. തെറ്റ് പറയാനാകില്ല. വിശ്വാസം സംരക്ഷിക്കുന്നതിനിടെയുള്ള പോരാട്ടത്തിനിടയിൽ സംഭവിച്ചതാണ്. കൂട്ടിക്കിഴിച്ച് വീണ്ടും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ചിലർ. മോദി ഭരണത്തിന്റെ നേട്ടം വോട്ടർമാരോട് പറയുമ്പോൾ കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ പ്രത്യേകം എടുത്തു പറയണം. 5 വർഷം കൊണ്ട് നല്ല പുരോഗതിയുണ്ട്.
വികസനം കാരണം പലരും ഇപ്പോൾ പാടത്തേക്ക് പോകുന്നത് ഹെലികോപ്റ്ററിലാണ്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയല്ലേ? ഇടിക്ക് മാത്രമല്ല, മഴയ്ക്കും കൂടെ ഒരു വോട്ട്. പ്രളയത്തിന്റെ ആഘാതം കൂട്ടിയത് ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ പറഞ്ഞത്. സർക്കാർ എന്തായാലും പെട്ടിരിക്കുകയാണ്. പ്രതികരണം ചോദിക്കാൻ വന്നാൽ ഓടിക്കുമെന്ന് മണിയാശാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒളിക്യാമറയിൽ കുരുങ്ങിയിരിക്കുകയാണ് രാഘവേട്ടൻ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് കുരുക്ക് നന്നായി മുറുകി നിൽക്കുകയാണ്. പുറത്ത് കടക്കോ ആവോ? ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോടാ. ഇനി ഈ ആഴ്ചയിലെ തകർപ്പൻ ടിക്ടോക്ക് കാഴ്ചകളിലേക്കാണ്. കണ്ടിട്ട് വരാം. ഈ പകലെന്തിനാ വിളക്ക് കത്തിക്കുന്നേ? ഇനിയും മദ്യപിച്ചാൽ ചത്തുപോകും വേലായുധ എന്ന് ഡോക്ടർ പറഞ്ഞു. തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം 2 അടിച്ചോളാൻ പറഞ്ഞു. ഇത്രയായിട്ട് ഉറങ്ങാത്തത് വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാർ ഓർക്കണ്ട, കിടന്നോ, ഞാൻ വീട് വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കയറി ഉണ്ടല്ലോ കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, എന്ന് അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? രാധാകൃഷ്ണ ലീല കൃഷ്ണ നീയേ സൗഭാഗ്യം. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയടേ? 2 കൈയായിട്ട് വന്നു. അരിയില്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാം. എടുത്തു കൊടുക്കും മോളെ.
കണ്ടു കണ്ടു കണ്ടില്ല. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. തനിക്കൊരു ജെറ്റിട്ടുണ്ടോ? അയ്യോ പോകല്ലേ സാർ, എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അതിന് ഞാൻ വൈദ്യനാണോ? വൈദ്യനല്ല, എങ്കിലും ഞങ്ങളുടെ കൂടെ വരണം. എന്തിന്? ഞാനൊരാളെ പ്രേമിക്കുന്നുവെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി. പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. നീ വല്ലതും കണ്ട? ഞങ്ങക്ക് കാണാൻ പറ്റിയില്ല. തമ്പ്ര കണ്ട എന്ത്? ഓള് തുണി അയക്കുന്നത്. നല്ലൊരു റോഡുണ്ടായാൽ വാട്ടർ അതോറിറ്റി അത് അപ്പം കുത്തിപ്പൊളിക്കും എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. ആ പറച്ചിലിൽ വലിയ സത്യമൊന്നുമില്ല. പക്ഷേ ട്രോളുകൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. എല്ലാം ഒരു തമാശയാണല്ലോ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോയിട്ട് രസക്കാഴ്ചകളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. പോലീസുകാരനെ ചവിട്ടി നിൽക്കുന്ന മോഹൻലാൽ. സംഗതി സിനിമയാണെങ്കിലും പോലീസുകാർ പിണക്കത്തിലാണ്. പോലീസ് അസോസിയേഷൻ ലൂസിഫറിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞു. ലൂസിഫർ തമാശകളാണ് ഇനി. വലിയ ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടുക വെറുമൊരു രസത്തിന് വേണ്ടിയല്ല, അതിജീവനത്തിന് വേണ്ടി. പോരാട്ടത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും വിജയത്തിൻ്റെയും ചൂരുണ്ട് ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങൾക്ക്. നാഷണൽ ജോഗ്രഫിക് പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. Dad leads the way. Where she goes. ഓപ്പറേഷൻ ന്യൂ മീഡിയ ട്രോൾസ് ആൻഡ് ട്രെയിലേഴ്സിലെ ഈ ആഴ്ചയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ശനിയാഴ്ച കാണാം. നമസ്കാരം.